ഹലോ, ഞാൻ നീലകണ്ഠൻ. തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ മാനേജറാണ്. ജോസ് തിയേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 10-100 കൊല്ലം പഴക്കം. 1935-36 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. ഒരു 10-15 വർഷം കൂടി കഴിഞ്ഞാൽ 100 വർഷം ആവണം. കേരളത്തിൽ തന്നെ ആദ്യത്തെ തിയേറ്റർ. ഇതിൻ്റെ ഉടമസ്ഥരെ എന്ന് പറയുന്നത് കാട്ടുകാരന്മാരാണ് നടത്തുന്നത്. കാട്ടുകാരൻ മാറുണ്ണി ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കേരളത്തിൽ തുടങ്ങി. ഇപ്പോൾ അത് പോൾ മോഹൻ എന്ന് പറയുന്ന പുതിയ ജനറേഷൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇത് ശരിക്ക് ഇവിടെ ഒരു തീപ്പെട്ടി കമ്പനിയായിരുന്നു. ആ സമയത്ത് ഇവർക്ക് സിനിമ കളിക്കുന്ന പരിപാടിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൂറിങ് ടെൻ്റായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കൊണ്ടു നടന്ന് സിനിമ കളിക്കുന്നു. അങ്ങനെ ഈ തീപ്പെട്ടി കമ്പനി നഷ്ടം വന്ന സമയത്ത് അത് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സ്ഥലം ഇവിടെ വലിയ ഹോളായിട്ട് കിടക്കുക. അപ്പോൾ ഇവിടെ അവരുടെ കാരണന്മാർ പറഞ്ഞു ഇവിടെ സിനിമ ആരംഭിക്കും. ഇതുണ്ടല്ലോ, ഇതൊരു കണ്ടമാനം വർഷം പഴക്കമുള്ളതാണ്. ഇതിപ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടും ഇപ്പോൾ കഴിഞ്ഞാൽ. ഇപ്പോൾ കിട്ടാനില്ല ഇത്. അത്രയും ഇതായി കണ്ടമാനം പഴക്കമാണല്ലോ. ഒരു വസ്തുവിൽ പെട്ടായി. ഇപ്പോൾ ഞങ്ങളൊക്കെ സിനിമ കാണുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഓലക്കൊട്ടായിൽ തറയിൽ മണ്ണിൻ്റെ അടിയിൽ ഇരുന്നിട്ടൊക്കെയാണ് അന്ന് സിനിമ കാണാം. അന്ന് 50 പൈസ വയ്ക്കുക. മണ്ണിൽ ചമണ വഴിയിട്ടിരിക്കുക ചെയ്യുക. മണ്ണ്, അത് കഴിഞ്ഞിട്ട് ബെഞ്ച്, കസേര. ഇപ്പോൾ കേരളത്തിന് അപൂർവമാണെന്നത്. ഇതിപ്പോൾ ഇനി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണം. ഇങ്ങനത്തെ വരണം. ഒരു ഫിലിം വരുമ്പോൾ അത് 4 തവണയാക്കി കാണിക്കണം. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടിട്ടില്ലേ, വാർപ്പടം. അതായത് ഫിലിം പെട്ടികളിലാക്കിയിട്ട് ആ പെട്ടിയെ വരിക. ആ പെട്ടി വന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കയറ്റിയത്. ആ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിൽ കയറ്റിയിടുക. അതിൻ്റെ അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരെണ്ണം മാറ്റിയിടുക. അപ്പോൾ ഒന്ന് ഡിലേ വരും പടത്തിന്. അങ്ങനെ പല ഡിലേ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ വരിക. പഴയത് ഫിലിമായിരുന്നു, ഇതിപ്പോൾ ഡിജിറ്റലായി. ഒരു 2 മണിക്കൂർ 20 മിനിറ്റുള്ള പടമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12,000 അടി ഫിലിമിലാണ് വരിക. അപ്പോൾ ഈ 20 മിനിറ്റിൽ ഓരോ റീലുകൾ അതിങ്ങനെ നമ്മൾ 2 പ്രൊജക്ടറിൽ മാറി കളിച്ചിട്ടാണ് നമ്മളൊരു പടം ഫുള്ളാക്കുക. പുതിയതിലേക്ക് വരുമ്പോൾ ഇത് നമുക്കിതിലൊരു പണിയില്ല. അത് ഇതിൻ്റെ TSR എന്ന് പറഞ്ഞൊരു കമ്പനിക്കാർ ഒരു പടം ഈ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിതിൽ നിന്ന് എടുത്ത് കളിക്കുകയും ചെയ്യുന്നു. ഇപ്പൊക്കെ എല്ലാം ഇതിൽ തന്നെ എല്ലാതും ഇതിൽ തന്നെ ലോഡ് ചെയ്ത് വരണം. നമുക്കിപ്പോൾ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൽ വരണ പടം ലൈസൻസ് എടുക്കുക, കളിക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. റിനോവേഷൻ നടന്നല്ലോ പുതുതായിട്ട്. ഇത് 2 പ്രാവശ്യം നമ്മൾ പുതുക്കലുണ്ടായിട്ടുണ്ട്. 1983 അല്ലെങ്കിൽ 87 ആ കാലഘട്ടങ്ങളിൽ ഒരു റിനോവേഷൻ നടന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ അടച്ചിട്ടപ്പോൾ സാറിന് തോന്നി എന്നാൽ പിന്നെ ഒന്ന് റിനോവേറ്റ് ചെയ്യുക, ഏതായാലും അടഞ്ഞു കിടക്കുകയല്ലേ എന്നും പറഞ്ഞത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അത് റിനോവേറ്റ് ചെയ്തു. ഇപ്പോൾ കേരളത്തിലുള്ള നമ്പർ 1 തിയേറ്ററിൽ ഒരെണ്ണമാണ് നമ്മുടെ. എല്ലാ 4K പ്രൊജക്ഷൻ, അറ്റ്മോസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള തിയേറ്റർ. പണ്ട് നമുക്കിവിടെ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. കാരണം തൃശ്ശൂർ സെൻറ്ററിൽ തന്നെ റൗണ്ടിലുള്ളത് പണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗകര്യം നിർത്താൻ വേണ്ടി അടിയിലത്തെ അത്തരം സീറ്റ്, ആ ഒരു 500-600 സീറ്റുകളോളം വരും, അതെടുത്ത് മാറ്റി. എന്നിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് പാർക്കിംഗ് ഗ്രൗണ്ടായി. ഇപ്പോൾ മുകളിലത്തെ ബാൽക്കണി മാത്രം, മുമ്പുണ്ടായിരുന്ന ബാൽക്കണി വീണ്ടും ഒന്ന് ആധുനികീകരിച്ച് സൗകര്യങ്ങൾ കൂട്ടി നമ്പർ ഓഫ് സീറ്റ്സ് കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട്